ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഭീകരാക്രമണമാണ് എന്ന് ഓസ്ട്രേലിയയുടെ ഫെഡറൽ പോലീസ് കമ്മീഷണർ ക്രിസ്റ്റി ബാരട്വ വ്യക്തമാക്കുകയുണ്ടായി. രാഷ്ട്രീയ നിയമനിർവഹണ നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചത്. പിടിച്ചെടുത്ത വാഹനത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാകകളുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശങ്ങൾ നടത്തിയതെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. സിഡ്നി ബീച്ചിന് സമീപം കണ്ടെത്തിയ വാഹനം മകന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും അതിൽ സ്ഫോടക വസ്തുക്കൾക്ക് പുറമെ ഐസിസ് പതാകകളും ഉണ്ടായിരുന്നതായും ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാൻയോൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞായറാഴ്ചയുണ്ടായ വെടിവെപ്പിൽ 25 പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിൽ 10 പേരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് പറയുന്നു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ ആദ്യമായി തങ്ങളുടെ അണ്ടർ വാട്ടർ ഡ്രോണുകൾ കരിങ്കടലിലെ നോവോറോസിസ് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു റഷ്യൻ അന്തർവാഹിനിയെ വിജയകരമായി ആക്രമിച്ചതായി ഉക്രൈൻ വ്യക്തമാക്കി. തുറമുഖത്ത് നാവിക ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു ഓപ്പറേഷൻ നടത്തിയതായാണ് ഉക്രൈൻ പറയുന്നത്. എന്നാൽ ഈ ആക്രമണം ഒരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. ചരിത്രത്തിൽ ആദ്യമായി സബ് സീ ബേബി അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഒരു റഷ്യൻ അന്തർവാഹിനിയെ തകർത്തു എന്നതായിരുന്നു SBU അറിയിച്ചത്. കപ്പലിൽ ഉക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന 4 കാലിബർ ക്രൂയിസ് മിസൈൽ ലോഞ്ചറുകൾ സജ്ജീകരിച്ചിരുന്നുവെന്ന് SBU കൂട്ടിച്ചേർത്തു. ഒരു അന്തർവാഹിനിയും മറ്റ് കപ്പലുകളും നങ്കൂരമിട്ടിരുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു തുറമുഖത്ത് വെള്ളത്തിനടിയിൽ നിന്ന് ശക്തമായ ഒരു സ്ഫോടനമുണ്ടാകുന്ന ദൃശ്യങ്ങൾ SBU പ്രസിദ്ധീകരിച്ചു. അന്തർവാഹിനിക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായും SBU അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടന്നതായി റഷ്യ സമ്മതിച്ചുവെങ്കിലും കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശത്രുവിന്റെ ശ്രമം ലക്ഷ്യങ്ങൾ നേടിയില്ല. നോവോറോസ്നിക് താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള കപ്പലുകൾക്കോ അന്തർവാഹിനികൾക്കോ ജീവനക്കാർക്കോ ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും റഷ്യ വ്യക്തമാക്കി. ബെർലിനിൽ പ്രധാന നേതാക്കൾ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഉടമ്പടിയിലേക്ക് അടുത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഫ്രാൻസ്, ജർമ്മനി, UK, നാറ്റോ നേതാക്കൾ, ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എന്നിവരുമായി താൻ ചർച്ചകൾ നടത്തിയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ യൂറോപ്യൻ നേതാക്കൾ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. വാഷിംഗ്ടണിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ബെർലിനിൽ 2 ദിവസം നീണ്ടുനിന്ന ഈ ഉന്നതതല ചർച്ചകൾ നടന്നത്. ചർച്ചകൾ ബുദ്ധിമുട്ടേറിയതും എന്നാൽ ഫലപ്രദവുമാണ് എന്ന് സെലൻസ്കി നേരത്തെ അറിയിച്ചിരുന്നു. ചർച്ചകൾക്ക് ശേഷം ഉക്രൈന് ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ അമേരിക്കയും യൂറോപ്യൻ നേതാക്കളും തയ്യാറാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പോലെയുള്ള ഉറപ്പുകളാണ് ഉക്രൈന് നൽകാൻ ശ്രമിക്കുന്നത്. അതേസമയം നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള തങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിക്കാൻ ഉക്രൈൻ തയ്യാറാണെന്ന് സെലൻസ്കി നേരത്തെ സൂചന നൽകിയിരുന്നു. എന്നാൽ സമാധാന കരാറിലെത്താൻ ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കണമെന്ന് സെലൻസ്കി പറഞ്ഞു. ഉക്രൈന് അമേരിക്ക വളരെ പ്രധാനപ്പെട്ട സുരക്ഷാ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് എന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഭൂമി കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണ്. സിഡ്നിയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് 1 മാസം മുൻപ് അക്രമികൾ ഫിലിപ്പീൻസിൽ സന്ദർശനം നടത്തിയതായി ഓസ്ട്രേലിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സൈനിക രീതിയിലുള്ള പരിശീലനം നേടാനാണ് ഇവർ ഫിലിപ്പീൻസിലേക്ക് പോയത് എന്നാണ് റിപ്പോർട്ടുകൾ. അക്രമികൾ രാജ്യത്ത് എത്തിയതായി ഫിലിപ്പീൻസ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിഡ്നിയിൽ ജൂത സമൂഹത്തിനെതിരെ ഭീകരാക്രമണം നടക്കുന്നതിന് 1 മാസം മുൻപാണ് അക്രമികളായ സാജിദ് അക്രമും നവീദ് അക്രമും ഫിലിപ്പീൻസിൽ സന്ദർശനം നടത്തിയത്. സൈനിക രീതിയിലുള്ള പരിശീലനം നേടാനാണ് ഇവർ ഫിലിപ്പീൻസിലേക്ക് പോയത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. കുപ്രസിദ്ധ ജിഹാദിസ്റ്റ് നേതാവ് വിസാം ഹദ്ദാദുമായും IS യുവ റിക്രൂട്ടർ യൂസഫ് ഉവൈനാറ്റുമായും ഉൾപ്പെടെ ഓസ്ട്രേലിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല ശൃംഖലയിലെ അംഗങ്ങളുമായി 24-കാരനായ നവീദ് അക്രത്തിന് ദീർഘകാല ബന്ധമുണ്ടെന്ന് ABC റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. 1990കളുടെ തുടക്കം മുതൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു കേന്ദ്രമാണ് ഫിലിപ്പീൻസ്. നവംബർ 1-ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇരുവരും ഫിലിപ്പീൻസിലെത്തിയതായി ഫിലിപ്പീൻസ് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്രമികൾ സിഡ്നിയിൽ നിന്ന് മനിലയിലേക്കും തുടർന്ന് ലാവോസിലേക്കും യാത്ര ചെയ്തതായി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ വക്താവ് അറിയിച്ചു. സാജിദ് അക്രം ഇന്ത്യൻ പാസ്പോർട്ടിലും മകൻ നവീദ് അക്രം ഓസ്ട്രേലിയൻ പാസ്പോർട്ടിലുമാണ് രാജ്യത്തെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 2025 നവംബർ 28-ന് അക്രമികൾ രാജ്യം വിട്ടതായും ഫിലിപ്പീൻസ് അധികൃതർ വ്യക്തമാക്കി. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ പുതുവർഷ രാവിൽ ബോംബാക്രമണത്തിന് വൻ പദ്ധതി തയ്യാറാക്കി ഭീകരർ. പദ്ധതി തകർത്ത് FBI. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിലും ഓറഞ്ച് കൗണ്ടിയിലുമായി പലയിടങ്ങളിലും
സ്ഫോടനം നടത്താനുള്ള പദ്ധതിയായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരെയും അവരുടെ വാഹനങ്ങളെയും ലക്ഷ്യമിട്ടും ആക്രമണം നടത്തുവാൻ ഉദ്ദേശമുണ്ടായിരുന്നു. അന്വേഷണത്തിൽ 4 പേരടങ്ങുന്ന തീവ്ര ഇടതുപക്ഷ അനുഭാവികൾ പിടിയിലായി. 2025 ഡിസംബർ 16 തിങ്കളാഴ്ചയാണ് ലോസ് ആഞ്ചൽസിലും ഓറഞ്ച് കൗണ്ടിയിലുമായി വിവിധയിടങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുവാനുള്ള പദ്ധതി തകർത്തത്. തീവ്ര ഇടതുപക്ഷ അനുഭാവികളാണ് ഭീകരാക്രമണം നടത്തുവാൻ പദ്ധതിയിട്ടിരുന്നത്. 30 വയസ്സുള്ള ഓഡറി ഇല്ലീനി, 32 വയസ്സുള്ള സാക്രി ആറോണ്, 24 വയസ്സുള്ള ഡാൻഡെ ഗഫിൽഡ്, 41 വയസ്സുള്ള ടിനാലായി എന്നിവരാണ് ഭീകരാക്രമണ പദ്ധതി, ഗൂഢാലോചന എന്നീ കാര്യങ്ങളിൽ അറസ്റ്റിലായത്. ലോസ് ആഞ്ചൽസിലെ അസിസ്റ്റന്റ് SBI ഡയറക്ടർ അഖിൽ ഡേവിഡിന്റെ അഭിപ്രായത്തിൽ പുതുവർഷ പുലരിയിൽ ലോസ് ആഞ്ചൽസിലെ പല കമ്പനികളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറയുന്നു. കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള അതിർത്തി തർക്കത്തെ തുടർന്ന് വീണ്ടും തുടങ്ങിയ പോരാട്ടം 2ാമത്തെ ആഴ്ചയിലേക്ക് കടന്നതോടെ തായ് വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. പലായനം ചെയ്ത ആളുകളുടെ ക്യാമ്പുകൾക്കും കംബോഡിയയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അങ്കോർ വാട്ടിനടുത്തും ബോംബാക്രമണം നടന്നതായി കംബോഡിയ പറഞ്ഞു. കൂടാതെ തായ് F-16 യുദ്ധവിമാനങ്ങൾ ഒഡാർമിയാൻജെ പ്രവിശ്യയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപവും അതിർത്തിക്കടുത്തുള്ള സിയം റീപ്പ് പ്രവിശ്യയിലും ബോംബുകൾ ഇട്ടതായി കംബോഡിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തായ് സൈന്യം സിയം റീച്ച് പ്രവിശ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നത് ഈ പോരാട്ടത്തിൽ ആദ്യമായിട്ടാണ് എന്ന് കംബോഡിയ വ്യക്തമാക്കി. കംബോഡിയയുടെ ദേശീയ ചിഹ്നവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമായ അങ്കോർ വാട്ടിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്ന സ്രൈസ്നാം ജില്ല. പോരാട്ടം പുനരാരംഭിച്ച ശേഷം അതിർത്തിയിൽ ഇരുപക്ഷത്തുമായി 20-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1,00,000-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. തങ്ങളുടെ ആക്രമണങ്ങളിൽ കംബോഡിയയുടെ 12 ടാങ്കുകളും മറ്റ് യുദ്ധവാഹനങ്ങളും നശിപ്പിച്ചതായി തായ്ലൻഡ് പറയുന്നു. എന്നാൽ കംബോഡിയ ഈ കണക്കുകൾ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, തായ്ലൻഡ് തങ്ങളുടെ രാജ്യത്തേക്ക് ഇന്ധനവും ആയുധങ്ങളും എത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ടെന്നും കംബോഡിയ ആരോപിച്ചു.